അല്ല, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം തുടരട്ടെ, ഇങ്ങനെ തന്നെ പോട്ടെ. നന്നായാൽ നമുക്കല്ലേ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ 2-3 മാസമുള്ളൂ, നന്നായാലുള്ള സമയമില്ല. അവർ നന്നായാൽ നമുക്കല്ലേ ബുദ്ധിമുട്ട്. നമ്മളെന്തിനാ വഴി പറഞ്ഞു കൊടുക്കണം? ഇനി ഞങ്ങൾ പറയാം, കേരളം നന്നാക്കാനുള്ള വഴികൾ ഞങ്ങൾ പ്രഖ്യാപിക്കും. ജനുവരി കേരളത്തിന് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ കേരളത്തിൽ ഇന്നേ വരെ ഒരു മുന്നണിയും പറയാത്ത കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് ഞങ്ങൾ പറയും. ഞങ്ങൾ 1-1.5 വർഷമായിട്ട് അതിനുവേണ്ടി, കേരളത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു മുന്നണി ഭാവി കേരളത്തെക്കുറിച്ചുള്ള നല്ലത് സംസാരിക്കുക. അത് ജനുവരി പറയാം. അത് എപ്പോഴേ തുടങ്ങി. മലപ്പുറത്ത് ഉൾപ്പെടെ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥയുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ഉൾപ്പെടെ ഗുണം ചെയ്തു. അവർ ടീം UDF, നിങ്ങൾ 2020-ലും 2015-ലും സാമ്പാർ മുന്നണിയായിരുന്നു മലപ്പുറത്ത്. UDF-ഉം LDF-ഉം അല്ല, മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം ഒക്കെ കൂടിയേ. പ്രാവശ്യം അതൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ടീം UDF എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പല കാര്യം അപ്പം ഗൗരവത്തിൽ എടുക്കാറില്ല. അതാണ് പ്രശ്നം. ടീം UDF എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. എന്ന് മലപ്പുറത്ത് കണ്ടില്ലേ, ടീം UDF ആയപ്പോൾ ഒരാൾ വേണ്ട അപ്പുറത്ത്. CPM-ന് ഒരു സീറ്റില്ല ജില്ലാ പഞ്ചായത്തിൽ. അതാണ് ആ ടീം UDF-ൻ്റെ ഇഫക്റ്റ്. എറണാകുളത്തൊക്കെ സ്ഥിതി എന്താ? 3 അത് നോമിനേഷൻ തള്ളിപ്പോയതാ. ഒരെണ്ണം ഞങ്ങളുടെ നോമിനേഷൻ തള്ളിപ്പോയി. ശരിക്കും 2 സീറ്റാ. അതൊക്കെ അതിനൊരു സമയവും പ്രൊസീജിയറും കാര്യമുണ്ടല്ലോ. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെല്ലാം കൂട്ടായ നേതൃത്വമാണ്. ഞങ്ങളുടെ കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ, എല്ലാവരുടെയും ആലോചിച്ച് ചെയ്യുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്, അത് തീരുമാനിക്കും. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച വോട്ടിംഗ് ദിനത്തിൽ പോലും. അതുൾപ്പെടെ അവർക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. ആ വിഷയത്തിലേക്ക് അവരാണ് പ്രതിരോധത്തിലായത്. കോൺഗ്രസ്, ഞാൻ അപ്പം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, കോൺഗ്രസ് തല ഉയർത്തിയാണ് നിൽക്കുന്നത് അഭിമാനത്തിൽ. ആരാ പ്രതിക്കൂട്ടിൽ? സ്ത്രീ ലംബടന്മാർ എന്ന് ഞാൻ വിളിച്ചപ്പോൾ മന്ത്രിസഭയിൽ എത്ര സ്ത്രീ ലംബടനുണ്ടെന്ന് ഞാൻ ചോദിച്ചു. MLA-മാരിൽ എത്ര LDF MLA-മാരിൽ എത്ര സ്ത്രീ ലംബടന്മാരുണ്ടെന്ന് ചോദിച്ചു. സ്വന്തം ഓഫീസിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അതൊക്കെ ആളുകൾ കേൾക്കുമല്ലേ. അപ്പോൾ ആളുകൾ അതൊക്കെ നോക്കി കാണും.